ദേശീയപാത 183 ചിറ്റടിക്കും ചോറ്റിക്കുമിടയിൽ പാതയോരത്ത് തള്ളിയിരിക്കുന്ന കോൺക്രീറ്റ് മാലിന്യവും കല്ലും മണ്ണും വാഹന അപകട ഭീഷണി ഉയർത്തുന്നു. വാഹന അപകടങ്ങൾ പതിവായ നിരവധി യാത്രക്കാരുടെ ജീവൻ പൊലിഞ്ഞ ചിറ്റടി അട്ടിവളവിന് സമീപവും പാതയുടെ ഇരുവശങ്ങളിലായി വ്യാപകമായാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ മുണ്ടക്കയം ടൗണിന് സമീപം വെള്ളക്കെട്ടിന് പരിഹാരമായി നിർമ്മിക്കുന്ന കലുങ്ക് നിർമ്മാണത്തിനായി കുഴിയെടുത്ത ഭാഗത്തെ ടാറിങ്ങും കല്ലും മണ്ണും കോൺക്രീറ്റിംഗ് ഭാഗങ്ങളുമാണ് ലോഡ് കണക്കിന് മാലിന്യം ടിപ്പറിൽ കൊണ്ടുവന്ന് പാതയുടെ വശത്തെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ തള്ളുകയാണെന്ന ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത്. വാഹന അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാത വിഭാഗം തന്നെ കരാർ കൊടുത്ത പാതയുടെ വശത്തെ കല്ലും മണ്ണും നീക്കം ചെയ്ത് വീതി കൂട്ടിയിരുന്നു. അതേ ഭാഗത്താണ് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോടെ വ്യാപകമായി കല്ലും മണ്ണും ഉൾപ്പെടെ നിക്ഷേപിക്കുന്നതായി ആക്ഷേപം ഉയരുന്നത്. ദേശീയപാതയുടെ വശത്ത് വാഹന അപകട മേഖല തെരഞ്ഞെടുത്ത മാലിന്യം നിക്ഷേപിക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കോൺക്രീറ്റ് അടക്കമുള്ള വേസ്റ്റ് NH-ൻ്റെ 2 സൈഡിലും ചോറ്റിക്കും ചിറ്റടിയിലും ഇടയിലുമായിട്ട് കൊണ്ട് നിരത്തിയിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ഈ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്ന കോൺട്രാക്റ്റ് അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത്. അതിലെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഏരിയയാണ്. ആ ഏരിയയിൽ ഇങ്ങനെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ടിടുകയും റോഡിൻ്റെ വീതി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപകടമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉത്തരവാദിത്തപ്പെട്ട അടിയന്തരമായി തന്നെ അതിൻ്റെ അധികാരികൾ ഇത് ഇടപെടുകയും ഈ റോഡിലെ മാലിന്യങ്ങൾ മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് മുണ്ടക്കയം ടൗണിന് സമീപത്തെ ഓടയും കലുങ്കും നിർമ്മിക്കുവാൻ കുഴിയെടുത്ത ഭാഗത്തെ കല്ലും മണ്ണും ഇപ്പോൾ നിക്ഷേപിച്ചതിൻ്റെ റോഡിൻ്റെ എതിർഭാഗത്താണ് നിക്ഷേപിച്ചതെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ ഈ ഭാഗത്തെ മൺകൂനിയിൽ കാട് വളർന്നു കയറി വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന അവസ്ഥയിലാണ്. ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോടെ കരാറുകാർ വ്യാപകമായി ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.